മാന്യ സദസ്സിന് വന്ദനം. ആഴത്തിമർക്കുന്ന വേഷവിധാനങ്ങൾക്ക് ആഴത്തിൽ ആഹ്ലാദം പകരുവാൻ നൂതന സാങ്കേതിക വിദ്യയും ബുദ്ധി ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴുമോ, അതോ കുഴിയുടെ അഗാധതലങ്ങളിൽ സ്വർണ്ണഖനികൾ കണ്ടെത്താനാകുമോ എന്ന ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് AI അഥവാ നിർമ്മിത ബുദ്ധി. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ ഏറെ സുപരിചിതമായ ഒരു വാക്കാണ് AI. എന്നാൽ എന്താണ് AI എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും യുക്തിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള മനുഷ്യന്റെ കഴിവിനെയാണല്ലോ നാം ബുദ്ധി എന്ന് പറയുന്നത്. ഈ കഴിവ് യന്ത്രങ്ങൾ കൈവരിക്കുമ്പോഴാണ് നാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നാം ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങളിലും ഈ കൃത്രിമ ബുദ്ധി അരങ്ങ് തകർക്കുന്നവയാണ്. മനുഷ്യൻ തന്റെ ബുദ്ധിപരമായ കഴിവുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ നിർവഹിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടറുകളുടെ വികസനം ലക്ഷ്യമാക്കുന്ന വിജ്ഞാന ശാഖയാണവ. മനുഷ്യന്റെ ബുദ്ധിയെയും ചിന്താശക്തിയെയും അനുകരിക്കാൻ മനുഷ്യൻ തന്നെ യന്ത്രങ്ങളെ പരിശീലിപ്പിക്കുകയാണ് ഇവിടെ. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ മക്കാർത്തിയെയാണ് നാം AI പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ടെലിവിഷനുകൾ, കാറുകൾ, ജിമെയിൽ, ഗൂഗിൾ മാപ്സ്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ്സുകൾ, എന്തിന് നമുക്കേറെ സുപരിചിതമായ വിരൽത്തുമ്പിൽ വിവരങ്ങൾ വാരി വിതറുന്ന ChatGPT വരെ ഈ കൃത്രിമ ബുദ്ധിയുടെ സാമ്രാജ്യങ്ങളാണ്. മടിയിൽ മല ചുമക്കും എന്ന പഴഞ്ചൊല്ലിനെ മറികടന്ന് കിടക്കുന്ന കട്ടിലിൽ നിന്ന് കൈയെത്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വൈദ്യുതി ഉപകരണങ്ങളുടെ മുൻപിൽ അലക്സ എന്ന ഒറ്റവാക്കിൽ നാം ഒതുങ്ങിപ്പോകുന്നു. ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറെ പങ്കുവഹിക്കുന്ന ഈ AI ഗുണമോ ദോഷമോ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്ന്. മരിച്ചു മൺമറിഞ്ഞു പോയവരെ ദൃശ്യവിരുന്നിലൂടെ പുനഃസൃഷ്ടിക്കാൻ AIക്ക് സാധിക്കുന്നു. വിവാഹവേദികളിൽ ഉൾപ്പെടെ സമ്മാനപ്പൊതി അഴിക്കുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നവരെ നാം ദിനം പ്രതി മാധ്യമങ്ങളിൽ കാണാറുണ്ട്. ജീവിതത്തിനും മരണത്തിനും വേണ്ടി പോരടിക്കുന്ന രോഗികളുടെ രോഗനിർണയത്തിന് സഹായമായി AI എത്താറുണ്ട്. അൽബേനിയൻ സർക്കാർ ഡിയേല എന്ന പേരിൽ ഒരു AI അധിഷ്ഠിത സംവിധാനം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു. ചൈനയിലെ ബീജിംഗിൽ ജൂൺ 28-ന് ഹ്യൂമനോയിഡ് റോബോട്ടുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ കായികമേളയും ഏറെ പ്രശംസനീയമാണ്. ചെറുകിട വ്യവസായങ്ങളിലും സംരംഭ മേഖലകളിലും നിർമ്മാണ മേഖലകളിലും ബാങ്കിംഗ് മേഖലകളിലുമെല്ലാം AI ഒരു വൻ കുതിച്ചുചാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാനീ പറഞ്ഞു വരുന്നത് AIക്ക് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നല്ല. ഈ ഗുണങ്ങളെല്ലാം നിലനിൽക്കെ AI നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് AI ഉയർത്തുന്ന ഒരു വൻ വെല്ലുവിളി തന്നെയാണ്.